ഡെയിലി കുറേ കോളുകൾ വരാറുണ്ട് കേട്ടോ. ഈ എൻക്വയറീസ് കല്ലിൻ്റെ റേറ്റ് എത്രയാണെന്ന് ചോദിക്കാനും കാര്യങ്ങളൊക്കെ. അതിൽ 100% ആളുകളും റേറ്റും കാര്യങ്ങളും കല്ലിൻ്റെ മോഡലൊക്കെ ചോദിക്കുന്നുണ്ട്. അതിൽ 5% ആളുകൾ മാത്രം എന്താ പറയുക, ഞാൻ വേറെ ടീമിനോടും റേറ്റ് ചോദിച്ചിട്ടുണ്ട്, ഒരു നിങ്ങളെക്കാട്ടും 2 റുപ്യ കുറവാണ്, 3 റുപ്യ കുറവാണ്, അല്ലെങ്കിൽ 4 റുപ്യ കുറവാണ്. ഓരോടാണ് പറയാനുള്ളത്. ഞാൻ പറയുന്ന റേറ്റിന് ഒരു 10 റുപ്യ വ്യത്യാസത്തിന് 8 റുപ്യ അല്ലെങ്കിൽ 12 റുപ്യ വ്യത്യാസനം ചെയ്യാനൊക്കെ ആളുകളുണ്ടാവും. ഒന്നുമില്ല, നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. ഇപ്പോൾ കോഴിക്കോട് മുട്ടായിത്തെരുവ് പോയിട്ടുണ്ടെങ്കിൽ 200 റുപ്യേൻ്റെ ഷർട്ടും വാങ്ങാൻ കിട്ടും, അവിടെ 2000 റുപ്യേൻ്റെ ഷർട്ടും വാങ്ങാൻ കിട്ടും. തമ്മിൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും. ക്വാളിറ്റി കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ റേറ്റും കാര്യങ്ങളും ഒക്കെ മാറ്റം ഉണ്ടാവും. നമ്മളെ വർക്ക് എന്ന് വെച്ചാൽ നമ്മളെടുക്കുന്ന പണിക്കാർ ഇറക്കുന്ന മെറ്റീരിയലൊക്കെ അത്രയും നല്ല ക്വാളിറ്റി പണിക്കാരും അത്രയും നല്ല മെറ്റീരിയലാണ് ഇറക്കി കൊടുക്കുന്നത്. 4 റുപ്യ ലാഭത്തിന് വേണ്ടി പണി എടുപ്പിച്ച് 8ന് പണി കിട്ടിയ ഒരുപാട് വീട്ടുകാർ എനിക്കറിയാം. ഞാൻ അവിടെയൊക്കെ പോയി കുറേ ഞാൻ റിസർച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കല്ലിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ തന്നെ ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി, തേർഡ് ക്വാളിറ്റി ഉണ്ട്. അതിൽ സെക്കൻഡും തേർഡും ക്വാളിറ്റിയൊക്കെ കല്ലിറക്കിയിട്ട് കല്ലൊക്കെ വളരെ മോശം കല്ലെന്ന് വെച്ചാൽ ഫുള്ള് ബെൻഡ് കാര്യങ്ങൾ, കുഴി പൊളി അങ്ങനെയൊക്കെയുള്ള കല്ലുകളൊക്കെ ഇറക്കിയിട്ട് ആർക്കും ഒരു ലാഭം ഇല്ലാണ്ടൊന്നും ആരും ഒന്നും ചെയ്തു കൊടുക്കൂല. അത് ഇങ്ങോട്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ല, അത് എല്ലാവർക്കും അറിയുന്ന കാര്യം. ആരും ഒരു ലാഭം ഇല്ലാണ്ട് ആർക്കും ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ നോക്കി കണ്ടൊക്കെ ചെയ്യുന്നത് ചിലർ ഒറ്റ പ്രാവശ്യം ചെയ്യും, ലൈഫിൽ ഒരൊറ്റ പ്രാവശ്യം ഇത് ചെയ്യുള്ളൂ. ലക്ഷങ്ങൾ മുടക്കിയിട്ടാണ് നമ്മൾ ഓരോരുത്തർ ഇത് ചെയ്യുന്നത്. അപ്പോൾ 3-4 റുപ്യ കൂടിയാലും അത് നമ്മൾ സാധനം നമ്മളെ മുറ്റത്ത് തന്നെ ഉണ്ടാകുമെന്നാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഓക്കെ.